മരണത്തിലേക്കുള്ള ഒരു പുതിയ വർഷം കൂടി പിറക്കണം. 2024 വിട പറഞ്ഞു. 2025 വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കാണ് ലോകം. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തിലേക്കുള്ള ഒരു വർഷം കൂടി എത്തിയെന്ന് ചുരുക്കം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവനെ പുതിയ കലണ്ടറുകൾ വാങ്ങാനും കാലം മാറി മാറി വരുന്നതിനെ ആഘോഷമാക്കാനുള്ളതാണ് മനുഷ്യന്റെ തിടുക്കം. നന്മ ചെയ്യാനല്ല ആഘോഷ തിമിർപ്പുകളിൽ വേണ്ടാത്ത തോന്നിവാസത്തിന്റെ പിന്നാലെ പോകുന്നവർ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും ഹാപ്പി ന്യൂ ഇയർ സമ്മാനിക്കാനും രാത്രിയുടെ നിശബ്ദതയെ ലൈറ്റുകൾ കൊണ്ടും സൗണ്ടുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് കള്ളുകുടിച്ചും ഡാൻസ് കളിച്ചും റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം. പ്രിയപ്പെട്ടവരെ, എന്താണിത്ര ആഹ്ലാദിക്കാൻ? എന്താണിത്ര സന്തോഷിക്കാനും ആഘോഷിക്കാനും? ജനിച്ചാലും മരിച്ചാലും മാസങ്ങൾ വന്നാലും വർഷങ്ങൾ തീരുമ്പോഴൊക്കെ ആഘോഷമാക്കുന്ന ചില ആളുകളുണ്ട്. സുഖിക്കാനും സുഖിപ്പിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി മാത്രം തന്റെ ജീവിതത്തെ കാണുന്ന ചില ആളുകൾ. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധിയും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളവൻ? അയാളുടെ അടയാളം എന്താണ്? അൽ കയ്യിസ് എന്നാണ്. അൽ കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് മൻ ദാന നഫ്സഹു, പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ചു തന്നെ തന്റെ മനസ്സിനെ ശരിക്ക് കൺട്രോൾ ചെയ്തവൻ. അഥവാ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്നെന്റെ ജീവിതത്തിൽ എന്തൊക്കെ തിന്മകൾ വന്നുപോയി എന്ന് ഒരു ആത്മവിചാരണ നടത്തുന്നവരാണ് അൽ കയ്യിസ്, ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവൻ. ഇടയ്ക്കിടെ ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരാള്. അഥവാ കഴിഞ്ഞ മണിക്കൂറുകളിലും മിനിറ്റുകളിലും എന്തൊക്കെ നന്മ ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ തിന്മ എന്റെ ജീവിതത്തിൽ വന്നു, തിന്മ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇസ്തിഗ്ഫാർ നടത്തിയോ? ഇങ്ങനെ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, അവനാണ് അൽ കയ്യിസ് അഥവാ ബുദ്ധിമാൻ. വൽ ആജിസ്, ആരാണ് ബുദ്ധിയില്ലാത്തവൻ, അശക്തനാര? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുന്നവൻ. അഥവാ അവന്റെ ശരീരത്തെ അവന് തോന്നിയ സുഖത്തിന്റെ പിന്നാലെ കൊണ്ടുപോകുന്നവൻ. എന്നിട്ടോ വതമന്ന അലല്ലാഹ്, അള്ളാഹുവിനെ പറ്റി വലിയ പ്രതീക്ഷയാണ്. അഥവാ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷ. അഥവാ അതൊക്കെ അള്ളാഹു തആല എനിക്ക് പൊറത്തു തരുമെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, അവനാണ് വൽ ആജിസ്, ബുദ്ധിയില്ലാത്തവനാണ്, വിവരം കെട്ടവൻ. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് സമയം വളരെ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡ് പോലും പിന്നീട് തിരിച്ചുപിടിക്കുക സാധ്യമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂക്തങ്ങൾ തുടങ്ങുന്ന തന്നെ സമയത്തിന്റെ പ്രാധാന്യത്തെ സത്യം ചെയ്തുകൊണ്ടാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങൾ തുടങ്ങുന്നത് തന്നെ അല്ലാഹു തആല കാലത്തെ സത്യം ചെയ്തുകൊണ്ട്. വല്ലൈലി ഇദാ യഗ്ശ, രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല,
പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വല്ലുഹ, പൂർവാഹനം അഥവാ ദുഹ സമയം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇങ്ങനെ കാലത്തെ പിടിച്ചും സമയത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പിടിച്ചും സത്യം ചെയ്തുകൊണ്ട് മനുഷ്യരെ സമയത്തിന്റെ മൂല്യം അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നു. പക്ഷേ ആ സെക്കൻഡുകളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാത്ത മനുഷ്യൻ ഇന്ന് സമയത്തെ കൊന്നുകളയാൻ, സമയം തീർന്നു കിട്ടാൻ വേണ്ടി വൈവിധ്യമായ മാർഗങ്ങളെ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമയമൊന്ന് തീർന്നു കിട്ടുമെന്നാണ് പല ആളുകളും സഹോദരങ്ങളെ ചിന്തിക്കുന്നത്. പലരും ആ സമയത്തെ ഉപയോഗപ്പെടുത്താതെ മിനിറ്റുകളെയും സെക്കൻഡുകളെയും മണിക്കൂറുകളെയും മാസങ്ങളെയും വർഷങ്ങളെയും ഇന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ഈ രണ്ട് അനുഗ്രഹത്തിലും മനുഷ്യർ നഷ്ടക്കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ മനുഷ്യർ ആ രണ്ട് അനുഗ്രഹത്തെ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാ രണ്ട് അനുഗ്രഹങ്ങള്? ഒന്ന് അസ്സുഹത്ത്, രണ്ട് വൽ ഫറാഖ്. ഒന്നവന്റെ ആരോഗ്യവും അവന്റെ ഒഴിവ് സമയവും. അവന്റെ ആരോഗ്യത്തെയും അവന്റെ ഒഴിവ് സമയത്തെയും മനുഷ്യൻ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായി കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാ, ആർക്കാണ് കാലം ഉപകാരപ്പെടുക? വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമായ ഈ സമയം ആർക്കാണ് ഉപയോഗപ്പെടുന്നത്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്, മനുഷ്യരൊക്കെ നഷ്ടക്കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചവർ ഒഴികെ. ആരാണവര്? എങ്ങനെയുള്ളവരാണവര്? എന്താണ് ആ ആളുകളുടെ പ്രത്യേകത എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. നഷ്ടമില്ലാത്തത് ആർക്കാ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളൊഴികെ. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത ആളുകളൊഴികെ ബാക്കി എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. കേട്ടു തയമ്പിച്ച എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെറിയ അധ്യായം കഴിഞ്ഞ ഖുതുബയിലെ ഈ ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സമയത്തിന്റെ പ്രാധാന്യവും അത് ഉപയോഗിക്കേണ്ട രീതിയും കൃത്യമായി സഹോദരങ്ങളെ അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രാവും പകലുമൊക്കെ നമുക്ക് സമ്പാദ്യമായി അല്ലാഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. എത്ര വേണമെങ്കിലും ആ രാവും പകലും സമ്പാദിക്കാനുള്ള അമൽ സ്വാലിഹാത്തുകൾ പടച്ച റബ്ബ് സഹോദരങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. ദിക്റുകളായി, ദുആകളായി, ഖുർആൻ പാരായണങ്ങള്, ഇബാദത്തുകള്, സ്വതക്കകള്, സാമൂഹിക സേവനങ്ങള്, പ്രബോധന പ്രവർത്തനങ്ങളായി ഒട്ടനവധി സമ്പത്ത് അല്ലാഹു തആല രാവും പകലും നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് എത്ര സമ്പാദിക്കാൻ പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്നതാണ്. നമ്മൾ കാലം, മിനിറ്റുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ, വർഷങ്ങൾ നമ്മിൽ നിന്ന് തീർന്നു പോകുമ്പോ വിശ്വാസികളായ ആളുകൾ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്, ഇന്ന് ദുനിയാവിന് വേണ്ടി നമ്മൾ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സമയമല്ല. വിശുദ്ധ ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല. ഖുർആനും ഹദീസും പഠിക്കുന്ന QHLSന്റെ ക്ലാസുകളിൽ ഇരിക്കാൻ നമുക്ക് സമയമില്ല. ജുമുഅക്ക് നേരത്തെ വന്നിരിക്കാൻ നമുക്ക് സമയമില്ല. വന്നിരുന്നാൽ തന്നെ നമുക്ക് ഉറക്കം വരുന്നു. ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ദിക്റുകളും ദുആകളും ചൊല്ലാനുള്ള സമയം നമുക്ക് ലഭിക്കുന്നില്ല. സുന്നത്തു നമസ്കാരങ്ങൾക്ക് നമുക്ക് സമയമില്ല. എന്നാൽ അതേ മനുഷ്യന് മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയകളിൽ അവന്റെ സമയത്ത് അവൻ ചെലവാക്കുന്നുണ്ട്.
ഫേസ്ബുക്കിൽ പ്രിയമുള്ളവരെ മണിക്കൂറുകളോളം അവൻ തന്റെ ഫേസിന് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിവിക്ക് മുന്നിലും മൊബൈലിന്റെ മുന്നിലും ഇരിക്കാൻ നമുക്ക് സമയമുണ്ട്. ചാറ്റിങ്ങിനും ഷെയറിങ്ങിനും ലൈക്കിനും കമന്റിനുമായി മണിക്കൂറുകളോളം ഞാനും നിങ്ങളും ചെലവാക്കുന്നുണ്ട്. നമ്മളിട്ട ഒരു പോസ്റ്റിന്, നമ്മളിട്ട ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കിട്ടിയാൽ, ഒരു കമന്റ് കിട്ടിയാൽ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മുടെ മുഖത്തിന് പ്രിയമുള്ളവരെ നല്ല തിളക്കമുണ്ട്. നമ്മൾ ദിവസവും നമ്മളെ ഓരോ സ്റ്റാറ്റസുകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയല്ല നമ്മുടെ മുഖത്തിന് തിളക്കം വേണ്ടത്. നമ്മുടെ മുഖത്തിന് തിളക്കം വേണ്ടത് എവിടെയാണ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. യൗമ തബയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങളതാ വെളുത്തു തിളങ്ങുന്ന ദിവസമുണ്ട്. വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങളതാ കറുത്തിരണ്ടു പോകുന്ന ദിവസമുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ മുഖമാണ് പരലോകത്ത് തിളങ്ങുന്നത്. അവരുടെ ഫേസിനാണ് നാളെ പരലോകത്ത് ലൈക്കും കമന്റും കിട്ടുക. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ആ ദിവസം അതാ അവന്റെ ഫേസിന്, അവന്റെ മുഖത്തിനതാ തെളിച്ചം കിട്ടുകയാണ്, അവന്റെ മുഖത്തിനതാ ലൈക്ക് കിട്ടുകയാണ്. ഇലാ റബ്ബിഹാ നാദിറ. തന്റെ റബ്ബിനെ കാണാനുള്ള അവസരം അതാ അവൻക്ക് കിട്ടിയിരിക്കുന്നു. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുഖത്തിന് തിളക്കം വേണ്ടത്. അതുകൊണ്ട് ആ പരലോകത്ത് നമ്മുടെ ഫേസിന് ലൈക്ക് കിട്ടാൻ അതിനുവേണ്ട അമലുകൾ സഹോദരങ്ങളെ നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടതിന് ഓരോ സെക്കൻഡും നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ തൊട്ട് മുമ്പ് ആ സെക്കൻഡുകൾക്ക് വേണ്ടി, സമയത്തിനു വേണ്ടി മനുഷ്യന്മാര് ഖേദിക്കുമെന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മലക്കുൽ മൗത്ത് അവന്റെ തൊണ്ടയിലെത്തുമ്പോ ആ സമയത്തതാ മനുഷ്യൻ വിലപിക്കുകയാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ആ സമയത്തതാ മനുഷ്യൻ പറയുന്നു, ഒന്ന് മടക്കിക്കൊണ്ട് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. കുറച്ചുകൂടി സമയം എനിക്കൊന്ന് ജീവിക്കാൻ അവസരം കൊണ്ട് റബ്ബേ. എങ്കിൽ സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയാ, ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ. ഞാനതാ ധർമ്മം ചെയ്യാം, സൽക്രമങ്ങൾ ചെയ്യാം, ഒരല്പസമയം എനിക്കൊന്ന് മടക്കിക്കൊണ്ട് റബ്ബേ. പക്ഷേ അല്ലാഹു തആല പ്രിയമുള്ളവരെ ധാരാളം സമയം നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് നമുക്ക് തന്നു. 60, 70, 80 വയസ്സുവരെ ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു തആല അവസരം തന്നിട്ട് ആ മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും മിനിറ്റുകളും ആ റബ്ബ് നമുക്ക് വാരിക്കോടി നൽകിയിട്ട് അത് ഹറാമ് കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും വേണ്ടി ഉപയോഗിച്ച് ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ഒരു അല്പസമയം പോലും മാറ്റിവെക്കാതെ സമയം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ മലക്കുൽ മൗത്ത് അവന്റെ അരികിൽ വരുമ്പോ റബ്ബിനോട് പ്രിയമുള്ളവരെ കെഞ്ചി നോക്കുന്നതാണ്, ഒരല്പസമയത്തേക്ക് എന്നെ ഒന്ന് മടക്കി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ പടച്ച റബ്ബ് ആ സമയത്ത് പറയുന്ന മറുപടി ഉണ്ട്, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന്റെ അവധിയെത്തിയാൽ ഒരു ആത്മാവിനും അല്ലാഹ് സമയം നീട്ടിക്കൊടുക്കൂല. ഒരു സമയം, ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആല അവർക്ക് നീട്ടിക്കൊടുക്കൂല എന്നാണ്. ആ സമയം പോവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ മനുഷ്യന്മാര് വിനോദങ്ങളിലും തമാശകളിലും നെറ്റ്വർക്കുകളിലും തന്റെ സമയത്ത് വെറുതെ മനുഷ്യന്മാര് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ സമയത്ത് അതാ പടച്ച റബ്ബിനോട് ആ മനുഷ്യൻ കുറച്ച് സമയം കൂടി നീട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആല നീട്ടിത്തരൂല. അതുകൊണ്ട് ഒരു പുതിയ 2025 വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ചിന്ത, പ്രിയമുള്ളവരെ, ഇന്നലകളിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. അവർ 6 അടി കബറിലാണ്, 6 അടി മണ്ണിലാണ് അവരുള്ളത്. ഇന്നലെ നമ്മുടെ ബഹുമാനനായ PC അബ്ദുറഹ്മാൻ മൗലവി മരണപ്പെട്ടു. രാവിലെ QHLSന്റെ ക്ലാസ്സിലിരുന്ന മനുഷ്യനാണ്. 11 മണി വരെ തന്റെ തറവാട്ടിൽ പോയി കുറച്ച് ജോലികളൊക്കെ ചെയ്ത്
അദ്ദേഹം കിടന്നുറങ്ങിയ മനുഷ്യനാണ്. ഉച്ചക്ക് നിസ്കാരത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കണില്ല. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ പലരും, സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയതമ മാതാപിതാക്കൾ, മക്കൾ, പലരും ഇന്ന് ഖബറിൽ പോയ ആളുകളുടെ ലിസ്റ്റിൽ പ്രിയമുള്ളവരെ ഉണ്ട്. തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് നാം അവരെ യാത്രയാക്കിയിട്ടുണ്ട്. ഇണയും തുണയുമില്ലാത്ത, താങ്ങും തണലുമില്ലാത്ത, വായുവും വെളിച്ചവുമില്ലാത്ത ഖബറിലേക്ക് നമ്മൾ യാത്രയാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പുതുവർഷപ്പേഴ് പറഞ്ഞ് പരിസരം മറന്നാഘോഷിക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത് ആ ഖബറിലേക്കാണ് ഞാനും നിങ്ങളും ചെന്നു ചേരാനുള്ളത് എന്ന ഓർമ്മ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. എന്നെയും നിങ്ങളെയും കുളിപ്പിക്കാനുള്ള കട്ടിലാണ് നമ്മുടെ മഹല്ലിലുള്ളത്. നമ്മുടെ ഖബറിൽ വെക്കാനുള്ള മീസാൻ കല്ല് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിന്റെ അരികിലുണ്ട്. നമ്മെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടില് പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ടുപോകുന്ന ഏത് പള്ളിയിലാണോ നമസ്കരിക്കുന്നത് അവിടെ നമുക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അഫഹസിബതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മുടെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എത്ര പ്രശസ്തമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന ആർത്തിയും വഞ്ചനയും, വസിക്കാൻ വേണ്ടി, താമസിക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കുന്ന കൊട്ടാരങ്ങളും മണിമാളികകളും കാണുന്നവർ അറിയാതെ ചോദിക്കാണ്, അല്ല മനുഷ്യ, ആർക്കു വേണ്ടി അതൊക്കെ ഉണ്ടാക്കണേ? അവരുടേത് മാത്രമായി കണ്ട എന്തെങ്കിലും 3 കഷ്ണം തുണിയല്ലാതെ എന്തെങ്കിലും പ്രിയമുള്ളവരെ ആ 6 അടി മണ്ണിലേക്ക് അവരാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കാലിലണിഞ്ഞ ചെരുപ്പ് മുതൽ കയ്യിൽ ധരിക്കുന്ന വാച്ച് വരെ അയച്ചു വെച്ചുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ആ പള്ളിക്കാട്ടിലേക്ക്, ഖബർസ്ഥാനിലേക്ക് നമ്മളെ യാത്രയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ആ കുഴിമാടത്തിലേക്ക്, ആ ഖബറിലേക്ക് യാത്ര പോകാനുള്ളവരാണ്. അതാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കേണ്ടത്. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോ നമുക്കുണ്ടാകേണ്ട ചിന്ത പ്രിയമുള്ളവരെ, ആ ഒരു ചിന്തയിലേക്കാണ് നമ്മളൊക്കെ വളരേണ്ടത്. ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. നോക്കൂ, നിങ്ങൾ ഒക്കെ ജീവിതത്തില് റിയലായി നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു മനുഷ്യൻ, അയാള് കടം വാങ്ങി വിദേശത്ത് പോവാണ്. 2 വർഷം കൊണ്ട് അദ്ദേഹം കടം വീട്ടി നാട്ടിലെത്തി. തന്റെ സഹോദരിമാരെ വിവാഹത്തിനു വേണ്ടി, അവരുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെയും കടം വാങ്ങി 3 വർഷം അദ്ദേഹം അങ്ങനെ വീണ്ടും ആ ഗൾഫിൽ കഴിച്ചു കൂട്ടി. അതിനുശേഷം ആ കടങ്ങളൊക്കെ വീട്ടി സ്വന്തമായി അല്പം ഭൂമി വാങ്ങി അദ്ദേഹം. ആ ഭൂമിയിൽ മനോഹരമായൊരു വീട് വെച്ചു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം തന്റെ ആ കൊച്ചു കൂരയിൽ നിന്നു മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ തീയതി നിശ്ചയിക്കപ്പെട്ടു. ആ പുതിയ വീട്ടിലേക്കുള്ള വസ്തുക്കളെ അദ്ദേഹം പരമാവധി, ഗൾഫിലുള്ള സാധനങ്ങൾ തന്നെ പരമാവധി അദ്ദേഹം ശേഖരിച്ചു. നാട്ടിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. വീട്ടിലെത്തുന്നതും കാത്തു നിൽക്കുകയാണ് കുടുംബം. ആ സന്തോഷം എത്ര ഉണ്ടാവും! നീണ്ട 8 വർഷക്കാലത്തെ ഗൾഫ് ജീവിതം, മനോഹരമായ വീടിനെ മനസ്സിൽ സങ്കല്പിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്ര, എയർപോർട്ടിൽ പ്രിയമുള്ളവരെ കുടുംബം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ പരിശോധനകളും കഴിഞ്ഞു. പുറത്തിറങ്ങുന്ന ആ മനുഷ്യൻ തന്റെ പിതാവിനെ കാണാൻ, തന്റെ മക്കളെ കാണാൻ, ആ മക്കൾ ആ എയർപോർട്ടിൽ തന്റെ പിതാവിനെ കാത്തു നിൽക്കുന്നുണ്ട്. തന്റെ ഭാര്യ കാത്തു നിൽക്കുന്നുണ്ട്. പുന്നാര മക്കളെ ഒന്ന് കാണാൻ വേണ്ടി, ആ മാതാപിതാക്കൾ തന്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ആ എയർപോർട്ടിൽ പരിശോധന കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ദൂരെ നിന്നൊരു നീലങ്ങനെ നടന്നു വരുന്നുണ്ട്.
അഥവാ കൺമുന്നിൽ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബം. എത്ര സന്തോഷം ഉണ്ടാവും ആ നിമിഷം. ആ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ ആ മനുഷ്യന്റെ കണ്ണുകൾ പ്രിയമുള്ളവരെ അലക്ഷ്യമായി, ചുണ്ടുകൾ വരണ്ടു. നിമിഷങ്ങൾക്കകം കുടുംബം കണ്ടു നിൽക്കെ എയർപോർട്ടിൽ വെച്ച് ആ മനുഷ്യൻ മരിക്കുമ്പോ പ്രിയമുള്ളവരെ എത്ര ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകളഞ്ഞ് വലിയ വേദനകൾ സമ്മാനിക്കുന്ന ഇത്തരം സംഭവങ്ങളെ നമ്മളൊക്കെ സഹോദരങ്ങളെ നമ്മളൊക്കെ വായിച്ചവരാണ് പത്രത്തിലൂടെ. അതാ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, കുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഈ ഒരു ചിന്ത പ്രിയമുള്ളവരെ ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോ, ഓരോ മിനിറ്റുകൾ കഴിഞ്ഞു പോകുമ്പോ, ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ, ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ വിശ്വാസികളായ ആളുകളുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്തയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഒരു വർഷം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈ വർഷത്തിലെ സകല പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരികയും വരാനിരിക്കുന്ന വർഷത്തിലെ സകല നന്മകളും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് വിശ്വാസികളായ ആളുകൾ സഹോദരങ്ങളെ പ്രവേശിക്കേണ്ടത്. ദിവസങ്ങളെ മാസങ്ങളെ വർഷങ്ങളെയൊക്കെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നവരായി വിശ്വാസികൾ മാറണം. ഏതു സമയവും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു പുതിയ വർഷം വരുമ്പോ മരണത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആയുസ്സിന്റെയും ഇഹലോക ജീവിതത്തിന്റെയും വിരാമം കൂടിയാണ്, അടയാളമാണ് എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന ആ മരണത്തെ ധാരാളമായിട്ട് നിങ്ങൾ ഓർക്കണം. അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്തി അൽയഅനിൽ മൗത്ത്. സർവ സുഖാനുഗ്രഹങ്ങളെയും തകർത്തു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഉബൈദുല്ലാഹി ഇബ്നു ജർഹമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ പറ്റും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വല്ല സംഭവവും നിങ്ങൾ പറഞ്ഞു തരാൻ മുആവിയ ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. മുആവിയ ഉബൈദുള്ളയോട് ആവശ്യപ്പെടുകയാണെന്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ സംഭവം ഒന്ന് പറഞ്ഞു തരുമോ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു. അയാൾ ആരാന്ന് എനിക്കറിയില്ല. എന്നാൽ അയാള് ഞങ്ങളുടെ നാട്ടിൽ വെച്ചെന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഞങ്ങൾ കുളിപ്പിച്ചു, കഫൻ ചെയ്ത് നമസ്കരിച്ച് മയ്യത്ത് മറമാടിക്കൊണ്ടിരിക്കെ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാന് കരഞ്ഞു മാത്രല്ല, ആ സങ്കടം കൊണ്ട് ഞാനൊരു കവിത ചൊല്ലി.
ആ കവിത യബ്കി അൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറുൻ. ആ കവിത അദ്ദേഹം ഇങ്ങനെ ചൊല്ലാണ്. അഥവാ അപരിചിതരായവരാണ് ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്നവർ, കുടുംബക്കാർ ഇദ്ദേഹത്തിന്റെ മരണമറിയാതെ സന്തോഷിക്കുകയാണ്. അതാണ് ആ കവിതന്റെ അർത്ഥം. അപരിചിതരായ, ഒരു പരിചയമില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കരയാണ്. അങ്ങനെ കരയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മരണമറിയാതെ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ആ സദസ്സിൽ, ആ മറമാടുന്ന സ്ഥലത്ത് വെച്ച് ചോദിക്കാണ്, ഈ കവിത എഴുതിയ വ്യക്തി ആരാ നിങ്ങൾക്ക് അറിയുമെന്ന്. അപ്പൊ നിങ്ങൾ പാടിയ ഈ കവിത എഴുതിയ വ്യക്തി ആരാ നിങ്ങൾക്ക് അറിയുമെന്ന്. അപ്പൊ മുആവിയ പറഞ്ഞു, എനിക്കറിയില്ലാണ്. അദ്ദേഹം പറയാണ്, ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തെ നമ്മളിപ്പോ മറമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ മനുഷ്യന്റെ അവസ്ഥ. എപ്പോ എവിടെ വെച്ച് മരിക്കും നമുക്ക് ആർക്കും അറിയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കലാണ്. വയുനസ്സിലുൽ ഗൈസ, ആകാശത്തു നിന്ന് മഴയിറക്കുന്നവൻ അവനാണ്. വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സംഭവിക്കാന്ന് പ്രിയമുള്ളവരെ നമുക്ക് ആർക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഭൂമിയിൽ എവിടെ വെച്ചാണ് ഞാനും നിങ്ങളും മരിക്കുക എന്നുള്ളതും നമുക്കാർക്കും അറിയില്ല. ഈ ഉമ്മത്തിന്റെ ആയുസിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അത്രേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ആയുസ്. പ്രിയമുള്ളവരെ, ഈ ഒരു വർഷം കടന്നു പോകുമ്പോ ഭൂമിക്ക് മുകളിൽ സുഗമമായി ജീവിച്ച പലരും ഇന്ന് ഖബറിലാണുള്ളത്. അഥവാ 2024 കടന്നു വന്നപ്പോ ഇതായിരിക്കും എന്റെ മരണവർഷമെന്ന് അവരാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. 2025 പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മരണത്തിന്റെ വർഷമായിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് വിശ്വാസികൾ വരേണ്ടതുണ്ട്. ഈ ലോകം പ്രിയമുള്ളവരെ ശാശ്വതമല്ല. ദുനിയാവ് നശിക്കുന്ന വിഭവമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ എന്നാണ്. ദുനിയാവ് പരലോകത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തപ്പന ഓലയിൽ കിടന്ന് പ്രവാചകന്റെ ബാക്കില്, പ്രവാചകന്റെ മുതുകിൽ ഇങ്ങനെ ആ ഓലയുടെ പാടുകൾ വരികയാണ്. പായിൽ കിടന്നാൽ പാടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ആ പാട് കണ്ടിട്ട് പ്രയാസപ്പെട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീര് പൊഴിച്ചുകൊണ്ട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന കിസ്റാ വ കൈസറ ഫീ ദീബാജിൻ ഹരീർ. അല്ലാഹുവിന്റെ പ്രവാചകരെ, കിസ്റക്കാരും കൈസറുമാരൊക്കെ, അവരുടെ രാജാക്കന്മാരൊക്കെ, നമ്മുടെ ശത്രുക്കളായ അവര് പോലും അവരൊക്കെ നല്ല ബെഡിലും പട്ടിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ, അവർ നല്ല സുഖത്തില് ബെഡിലും പട്ടിലുമൊക്കെ കിടന്നുറങ്ങുമ്പോ, നബിയെ നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഈ ഈത്തപ്പന ഓലയിലാണോ എന്ന് സങ്കടപ്പെട്ട് ചോദിക്കുമ്പോ, ഈ ചോദ്യം ചോദിച്ച ഉമറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുക, ലഹുമുദ്ദുനിയാ വളനൽ ആഖിറ. ഉമറെ അവർക്ക് അല്ലാഹു കൊടുത്തത് ഇഹലോകമാണ്. ഉമറെ, അല്ലാഹു നമുക്ക് പരലോകം മതി. അവർക്ക് ഇഹലോകമാണല്ലോ കൊടുത്തത്, നമുക്കത് പരലോകത്തുണ്ട് ഉമറെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കാണ്. അപ്പോഴാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല വിരിപ്പ്, നല്ലൊരു വിരിപ്പ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരട്ടെ. ഈ ഈത്തപ്പന ഓലയിൽ കിടക്കുന്നതിന് പകരം ആ തുണിയിൽ ആ ഒരു വിരിപ്പിൽ നിങ്ങൾക്ക് കിടന്നൂടെ എന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുക, മാലി വലി ദുനിയ,
മാലി വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും എന്ത് ബന്ധമാണ് അബ്ദുള്ള? മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബുൻ ഇസ്തളല്ലത്തി ശജറ സുമ്മ റാഹ വതറകഹ. ഒരു യാത്രക്കാരൻ ഒരൽപസമയം മരത്തിന്റെ കീഴിൽ തണല് കിട്ടാൻ ഇരിക്കുന്നത് പോലെ മാത്രമല്ലേ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളൊക്കെ ഉള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റൂന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു പറയുന്ന മറുപടി. സഹോദരങ്ങളെ, ഇതായിരുന്നു പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഒക്കെ ജീവിതം. അതുകൊണ്ട് എന്തു വേണമെന്നറിയങ്ങള്, മൗദിഉ സൗത്തിൻ ഫിദ്ദുനിയ വമാ ഫീഹാ, മൗദിഉ സൗത്തി ദുനിയ വമാ ഫീഹാ. അവിടെ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ, പരലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ ഈ ദുനിയാവും അതിലുള്ളതൊക്കെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇഹലോകത്തിന് വേണ്ടി ഓടുമ്പോ പരലോകത്തെ നമ്മൾ ആരും മറന്നുപോകരുത്. നാളെ ഞാനും നിങ്ങളുമൊക്കെ സ്വർഗമോ നരകമോ കാണേണ്ട ആളുകളാണ് എന്ന ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതിനർത്ഥം ഇഹലോകത്തെ സമ്പാദ്യങ്ങളൊന്നും വേണ്ടെന്നല്ല, ദുനിയാവിലെ അനുഗ്രഹങ്ങളൊന്നും വേണ്ടെന്നല്ല. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ പരലോകത്തെ നമ്മൾ മറക്കാതിരിക്കുക. പരിസരം മറന്ന് ആഘോഷിക്കുമ്പോ നാളെ കബറിലേക്ക് പോകേണ്ട ആളുകളാണ് എന്ന ഒരു ബോധ്യം പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഉണ്ടാകണം. മൻ തോല ഉംറുഹു വഹസുന അമലുഹു ഫഅയ്യുൻ നാസി ശർറുൻ ഖാല മൻ തോല ഉംറുഹു വസാ അമലുഹു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കണം. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയാണ്, ദീർഘകാലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പരമാവധി സൽക്രമങ്ങൾ ചെയ്ത മനുഷ്യൻ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട ആളാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, മൻ തോല ഉംറുഹു വസാ അമലുഹു. ദീർഘകാലം ജീവിക്കാൻ അയാൾക്ക് അവസരം അല്ലാഹു കൊടുത്തു, പക്ഷേ ആ അവസരത്തെ മുതലാക്കാതെ പരമാവധി ചീത്ത കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശർറനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ചെയ്തു തീർക്കണം. ഓരോ വർഷവും വിട പറയുമ്പോ, ഓരോ ദിവസവും മിനിറ്റുകളും വിട പറയുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ മരണം ഈ ഒരു സെക്കൻഡിലാണെങ്കിൽ എന്ന ഒരു ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ഏറ്റവും പ്രധാനം കൊടുത്തു വീട്ടേണ്ട ബാധ്യതകളെ നമ്മൾ കൊടുത്തു വീട്ടിയില്ല എന്നുണ്ടെങ്കിൽ